മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ അപൂർവമായിട്ട് മാത്രമേ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ കൊടുക്കാറുള്ളൂ, ഇൻ്റർവ്യൂ കൊടുക്കാറുള്ളൂ. അത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ പതിവ് വാർത്താ സമ്മേളനങ്ങൾ എല്ലാ മീഡിയ ആൾക്കാരെയും ക്ഷണിച്ചുകൊണ്ടുള്ളതൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടത് കോവിഡ് കാലത്ത് എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങളെ കണ്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഇന്ത്യയിൽ കോവിഡിനെ നേരിടുന്നതിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ സംസ്ഥാനം കേരളവും കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പുമാണ്, സന്നദ്ധ സംഘടനകളുമാണ്. അപ്പോൾ തിരിച്ചു ചോദിക്കാം, കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തൊരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമല്ലേ, ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങളിലൊന്ന് കേരളമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി, നല്ലൊരു സമൂഹത്തിന്, സുതാര്യമായ ഒരു സമൂഹത്തിൽ കണക്കുകൾ കൃത്യമായിരിക്കും. ഒരാൾ മരിച്ചാൽ മരിച്ചെന്നും ഒരാൾ ജനിച്ചാൽ ജനിച്ചെന്നും രേഖയുണ്ടാവും. അതിൻ്റെ കാരണം എന്താണ് മരിച്ചതിൻ്റെ, അതും രേഖയുണ്ടാവും. പക്ഷേ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് പേരെ കോവിഡ് വന്ന് മരിച്ചവരെ ഗംഗാനദിയിലേക്ക് തള്ളി ഇട്ടതും അതുപോലെ ഗംഗയുടെ തീരത്ത് കുഴിച്ചിട്ടതിനുമൊന്നും കണക്കില്ലല്ലോ. അപ്പോൾ UPയിൽ മരണസംഖ്യ കുറവായിരിക്കും. അതുപോലെയാണ് കുറ്റകൃത്യങ്ങളിൽ. ഇന്ത്യയിൽ ഏറ്റവും കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു കുറ്റം നടന്നാൽ അത് അന്വേഷിച്ചു അത് ക്രൈം റെക്കോർഡ്സിൽ അത് വരും. UPയിലോ ബീഹാറിലോ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരമൊരു ശാസ്ത്രീയ രീതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളിലും കേരളം മുന്നിലാണെന്ന് വാദിക്കാം. 100 കുറ്റകൃത്യങ്ങൾ നടന്നാൽ കേരളത്തിൽ ഒരു പക്ഷേ ആ 95 അല്ല 99 റിപ്പോർട്ട് ചെയ്യപ്പെടും. UPയിൽ 100 കുറ്റകൃത്യങ്ങൾ നടന്നാൽ 50 പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പോലീസിലേക്കോ അല്ലെ അന്വേഷണ ഏജൻസികളിലേക്കോ. ബീഹാറിൽ ഇതാണ് നടക്കുന്നത്. അപ്പോൾ വാദിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ പറയാം, കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ ഒരു ഭരണകൂടം അത് കണ്ടെത്താനും അത് സുതാര്യമാക്കാനുള്ള സംവിധാനങ്ങൾ ആ ഭരണകൂടത്തിന് വേണം. അതില്ലാത്തടത്ത് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കും കണക്കിൽ. പക്ഷേ ഈ കൃത്യമായ കണക്ക് നൽകുന്ന സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ അധികം കുറ്റകൃത്യങ്ങളായിരിക്കും ആ സംസ്ഥാനങ്ങളിൽ നടക്കുക എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഊഹിച്ചാൽ മതിയാവും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിരിക്കണം, സുതാര്യമായിരിക്കണം. അങ്ങനെ അത് സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികവ് ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുപോലെയാണ് കോവിഡിൻ്റെ കാലത്ത്. ഇത്രയും പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്തു, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ. അതേക്കുറിച്ചുള്ള പല ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുകയാണ്. ആ 3/4 മണിക്കൂർ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടു നോക്കിയപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ. ശ്രീകണ്ഠൻ നായരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന മറുപടി, അതൊക്കെ ഇവിടെ ആവർത്തിക്കുന്നില്ല. അത് ഒട്ടേറെ പേര് കണ്ട ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ആവർത്തന വിരസത വരും എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ആകത്തുക, മൊത്തം തുക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ശ്രീകണ്ഠൻ നായർ പതറിപ്പോകുന്നു പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിലിരിക്കുമ്പോൾ. തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്കും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടില്ല, കണ്ടു നോക്കുമ്പോൾ അറിയാം. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീകണ്ഠൻ നായർ പതറിപ്പോകുന്നു. ഒരു ചാനൽ മേധാവി എന്തോ ഭയപ്പെടുന്നു. മറ്റു പല പരിപാടികളിലും ഇതുപോലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ വളരെ തകർത്ത് ആടുന്ന ശ്രീകണ്ഠൻ നായർക്ക് എന്തേ പിണറായി വിജയൻ്റെ മുമ്പിൽ ഒരു സങ്കോചം വരുന്നു. ചില ചോദ്യങ്ങൾ പൂർത്തിയാവുന്നില്ല, ചോദ്യങ്ങൾക്കൊരു ഒരു ഓർഡർ പാറ്റേൺ ഇല്ല. അത് ഇൻ്റർവ്യൂ തുടങ്ങുന്നത് തന്നെ ചില വ്യക്തിപരമായ ഈ ചോദ്യങ്ങൾ, ചില അനാവശ്യ ചോദ്യങ്ങളാണ്. അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം, നമുക്ക് അങ്ങനെ തോന്നിയോണ്ട് പറയുകയാണ്. അതിനും കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്, പേഴ്സണൽ ക്വസ്റ്റ്യൻസിന്. അത് കഴിഞ്ഞിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ഏറ്റവും ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ അതിനൊരു ഗൗരവം വരുന്നുണ്ട്. അപ്പോഴും ചോദ്യങ്ങൾ ഷാർപ്പായിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പലപ്പോഴും ശ്രീകണ്ഠൻ നായർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ശ്രീകണ്ഠൻ നായർ ഈ കസർത്ത് കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. 24 ന്യൂസ് 3-ാം സ്ഥാനത്തേക്ക് പോയി, ഏറ്റവും കൂടുതലത്തെ മാർക്ക് റേറ്റിങ്ങിൽ. അതിൻ്റെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. 2-ാം സ്ഥാനത്ത്, ഏഷ്യാനെറ്റ് പിന്നിൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന 24 ന്യൂസ് 3-ാം സ്ഥാനത്തേക്ക് പോയിട്ട് റിപ്പോർട്ടർ TV 2-ാം സ്ഥാനത്ത് കയറിയതിൻ്റെ ഒരു അസ്കിത, വിഷമം, അതിൻ്റെ ദേഷ്യം
ഇതെല്ലാം കൂടെ അദ്ദേഹം പുറത്തെടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ ചാനലിലെ എഡിറ്റർമാരോട്, ജേർണലിസ്റ്റുകളോട് അദ്ദേഹം കയർക്കുന്ന വീഡിയോ എല്ലാവരെയും പിരിച്ചുവിടും. ഞാൻ അടിയന്തരാവസ്ഥ, ഇന്റർണൽ എമർജൻസി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന ക്ലിപ്പ് പുറത്തായി, വോയിസ് ക്ലിപ്പ് പുറത്തായി. ആര് പുറത്താക്കിയെന്ന് നമുക്കറിയത്തില്ല, എന്തായാലും പുറത്തായി. അപ്പൊ അതിന്റെ വൈക്ലഭ്യവും ശ്രീകണ്ഠൻ നായർക്കുണ്ട്. മാത്രമല്ല, താൻ കൊണ്ടുവന്ന ചാനൽ 2ാം സ്ഥാനത്ത് നിന്ന് വീണ്ടും 3ാം സ്ഥാനത്തേക്ക് വീണുപോയതിന്റെ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിരന്തര പരിശ്രമം നടത്തിയിട്ടാണ് പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നത്, ഇതിനെ മറികടക്കാൻ വേണ്ടി. എന്തായാലും മുഖ്യമന്ത്രി അവസാനത്തിന് സമ്മതം കൊടുത്തു. മുഖ്യമന്ത്രി ഓഫീസിൽ ഇന്റർവ്യൂ ചിത്രീകരിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് വരുമ്പോൾ അതിലേറ്റവും ഗൗരവം തോന്നിയ ഒരു ഭാഗം ഈ കോവിഡ് കാലത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ, അതിനകത്ത് ഉത്തരങ്ങളും വരുന്നുണ്ട്. കോവിഡ് കാലത്ത് ചെയ്തത് എന്താണോ അതേപോലെ നമ്മളിപ്പം മയക്കുമരുന്ന് ഒരു വലിയ ക്രൈസിസ് ആണ് കേരളത്തിൽ. അപ്പൊ അത് ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ശ്രീകണ്ഠൻ നായരോട്. അതിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഒന്ന്, ബോധവൽക്കരണമാണ്. പോലീസിനും എക്സൈസിനും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, കുറ്റം ചെയ്തവരെ പിടിക്കാനുള്ള നിർദ്ദേശം. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ കാണുക. അപ്പൊ അത് തടയണമെങ്കിൽ കേരളത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. അത് വീടുകളിൽ തുടങ്ങണം. സ്കൂളുകളിൽ അധ്യാപകർക്ക് റോളുണ്ട്. പിന്നെയാണ് പോലീസിനും എക്സൈസിനും റോൾ വരുന്ന കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കൊലപാതക പരമ്പര വരെ നടത്തുന്ന വാർത്തകൾ വരുന്നു. അതിനെല്ലാം പിന്നിൽ ഈ രാസലഹരിയുണ്ട്. വളരെ വലിയൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിലേ കേരളത്തെ രക്ഷിക്കാൻ പറ്റൂ. കാരണം ഇന്ത്യയിലെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളം വളരെ മുന്നിലാണെന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കേരളം കോവിഡിനെ നേരിട്ടതുപോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് വിപത്തിനെ, MDMA പോലുള്ള വിപത്തിനെ നേരിടും. അതിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തത് നന്നായി. അതിനെ ഞങ്ങൾ അനുമോദിക്കുന്നു. ചാനൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും ആവട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹം അതാണല്ലോ. പക്ഷെ അവിടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. എല്ലാ ആഴ്ചയിലും, കോവിഡ് കാലത്ത് എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ടല്ലോ. ഇവിടെ എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ ഈ നാർക്കോട്ടിക് വിപത്തിനെതിരെ, MDMA വിപത്തിനെതിരെ കേരളം സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ ഞാൻ വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കോവിഡിനെ നേരിട്ടതുപോലെ കോവിഡിനെ നേരിടുന്നതിൽ ഒന്നാമത് എത്തിയതുപോലെ പല കാര്യങ്ങളിലും കേരളം ഒന്നാമത് എത്തിയതുപോലെ, ഇപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത് എത്തിയതുപോലെ, സ്റ്റാർട്ടപ്പിൽ ഒന്നാമത് എത്തിയതുപോലെ, മയക്കുമരുന്ന് നിയന്ത്രിക്കുന്നതിലും നാർക്കോട്ടിക്സ് നിയന്ത്രിക്കുന്നതിലും കേരളം മറ്റൊരു മാതൃകയാകാൻ പോവുകയാണ്. ഇടതുപക്ഷ സർക്കാരിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. പക്ഷേ കേരളം മാത്രം വിചാരിച്ചത് തടയാൻ പറ്റത്തില്ല. ഇതിന്റെ വരവ് തടയേണ്ടത് എവിടുന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നത് ഗുജറാത്തിലെ തുറമുഖങ്ങൾ വഴിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു. മുന്ദ്ര, അദാനിയുടെ സ്വന്തം സ്വകാര്യ തുറമുഖമായ മുന്ദ്ര മുതൽ ഗുജറാത്തിലെ പല തുറമുഖങ്ങളിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത്. അപ്പൊ ഇത് വരുന്ന റൂട്ട് എവിടെയാണ്? അതാണ് അവിടെ തടയേണ്ടത്. വരവിനെ ആദ്യം തടയുക, വിതരണത്തെ തടയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. ഈ ഓരോ സംസ്ഥാനത്തിലെ ഈ മയക്കുമരുന്ന് കടത്തി വരുന്ന തുറമുഖങ്ങൾ വഴിയുള്ള ഇതിന്റെ വരവും തടയാൻ ഇന്ത്യ സർക്കാരും അതത് സംസ്ഥാനങ്ങളും ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ, യുദ്ധകാല അടിസ്ഥാനത്തിൽ ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത്. പഞ്ചാബ് മയക്കുമരുന്നിന്റെ ഒരു സമൂഹമായിട്ട് മാറിയത് നമുക്കറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കേരളവും അതിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരവസ്ഥയാണ്. ഇത് തടയാൻ കേരളത്തിന് മാത്രം ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വരവ് തടയുക, ഇറക്കുമതി തടയുക, രഹസ്യമായിട്ട് ഇത് കടത്തിക്കൊണ്ടുവരുന്നത് തടയുക. അതാണ് കേന്ദ്ര സർക്കാരും അതത് സംസ്ഥാനങ്ങളും ആദ്യം ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങൾ കേരളത്തിന് ചെയ്യാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ ധാരാളമാണ്. അതിനൊരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് സമർത്ഥമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് പല കാര്യങ്ങളിലും കേരളം പ്രളയകാലത്തും കോവിഡ് കാലത്തും പ്രതിസന്ധികളെ നേരിട്ടതുപോലെ ഈ മയക്കുമരുന്ന് പ്രതിസന്ധിയും ഒരു വലിയ ക്രൈസിസ് ആണ്. ഈ പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തിന് കഴിയും, കേരളത്തിന്റെ ഭരണകൂടത്തിനും ഇവിടുത്തെ സമൂഹത്തിനും കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണിത്.